ഇറാനെ ആക്രമിച്ച പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തിയത്. ബന്ധമില്ലെന്ന് പുറമേക്ക് പറയുന്നെങ്കിലും അമേരിക്കയുടെ കൂടി പിന്തുണയോടെയാണ് ഇസ്രായേലിന്റെ നീക്കം. ഇതോടെ US-ഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചയും വഴിമുട്ടി. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, അടുത്തയാഴ്ച ആണവ ചർച്ച തുടങ്ങാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു ആക്രമണം. അത് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക പുറമേക്ക് തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾ ഇതിൽ ഇൻവോൾവ് ആവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തന്നെയാണ് തുടർന്നുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും അശാന്തമായ പശ്ചിമേഷ്യയിലേക്ക് ഇത്തരമൊരു ആക്രമണം കൂടി വരുമ്പോൾ ഇനി തുടർന്നെന്നുണ്ടാകുമെന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. ഇന്നലെയും ഇന്നുമായി സംഭവിച്ച പ്രത്യാക്രമണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാകുന്നു സുഹൈൽ? ജിൽസി, ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ അറിവില്ലായിരുന്നു, പങ്കാളിത്തമില്ലായിരുന്നു എന്നാണ്. സമാനമായ ഒരു പ്രതികരണം ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട്. കാരണം അവരുടെ എംബസികൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US-ൻ്റെ ഇസ്രായേലിലെ അംബാസഡർ മൈക്ക് ഹക്കബി ഈ ആക്രമണം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ജെറുസലേം സേഫായിരിക്കും, ഇവിടേക്ക് ഏത് ആക്രമണം നടന്നാലും ആ തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 60 ദിവസമായി ഈ വിഷയത്തിൽ നെതന്യാഹുവും ട്രംപും തമ്മിൽ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും അമേരിക്കയുടെ കൂടി അറിവോടുകൂടി തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇറാനും അത് പറയുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൽ ഉണ്ട പ്രത്യാഘാതം അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്ന് ഇറാൻ പറയുന്നു. ഈ വിഷയത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് പ്രത്യാക്രമണത്തിനും പ്രതിരോധമൊരുക്കാൻ അമേരിക്ക ഉണ്ടാകും എന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റിന് തന്നെ അമേരിക്കയും US-ഉം തമ്മിൽ മുൻകൈയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് മുമ്പ് നടന്ന ആക്രമണങ്ങളെ പോലെയല്ല, പൂർണ്ണമായും ഒരുപക്ഷേ ഇറാന്റെ രൂപീകരണത്തിന് ശേഷം, ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ അത് ചെറിയ ഒരു പ്രത്യാക്രമണത്തിൽ ഒതുങ്ങുന്നില്ല, വലിയൊരു വൈഡ് കോൺഫ്ലിക്റ്റായി പശ്ചിമേഷ്യ ആകെ വ്യാപിക്കുന്നൊരു യുദ്ധമായി അത് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ആക്രമണത്തിന്, അത്തരമൊരു യുദ്ധമുന്നണിക്ക് അമേരിക്ക ഒരുങ്ങുകയാണോ എന്നാണ് ഇനി നമുക്കറിയാനുള്ളത്. ഇത് ഇറാനിലും ഇസ്രായേലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമാകില്ല. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് US-ൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളുള്ളത്, എയർബേസുകളടക്കമുള്ളത്. അവിടെ ആക്രമണം നടത്തും എന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇറാനും അതേപോലെ തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി കൈകോർക്കുന്ന തരത്തിലേക്കുള്ള വലിയ സൗഹൃദ ബന്ധങ്ങൾ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം എന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ എല്ലാ അറബ് രാജ്യങ്ങളും ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു സ്വപ്നം. എന്ന് മാത്രമല്ല, നെതന്യാഹു കാലങ്ങളായി പറയുന്നത് ഇറാനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഇസ്രായേലിലേക്ക് ഒരു ഭീഷണിയും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ പോലും പിന്തുണയും കിട്ടുന്നുണ്ട്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് എന്ന് പറയേണ്ടി വരും. ആ ആക്രമണത്തിൻ്റെ വ്യാപ്തിയാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ ഡ്രോണുകൾ അയക്കുക എന്നുള്ള ചെറിയൊരു പ്രത്യാക്രമണം മാത്രമാണ് ഇറാൻ നടത്തിയിട്ടുള്ളതെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളടക്കം പ്രയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് മാത്രമല്ല, ഇറാൻ അവരുടെ ആണവ നയം ഡോക്ടറിൻ മാറ്റുമോ എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആണവായുധം പ്രയോഗിക്കുന്ന തരത്തിലേക്ക് ഇറാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് ചെറിയ കളിയായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അത് ഇറാന്റെ ഏത് ആക്രമണത്തെയും മുൻകൂട്ടി കാണാൻ ഇസ്രായേൽ തയ്യാറാകുന്നുണ്ട്. ആ തരത്തിൽ ഇസ്രായേലിൽ എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. പ്രമുഖരായ ആളുകളെല്ലാം ബങ്കറുകളിലേക്ക് മാറുന്നുണ്ട്. കൂടുതൽ ദിവസങ്ങൾ ഒരുപക്ഷെ ബങ്കറുകളിൽ തന്നെ ജനങ്ങൾ ഇരിക്കേണ്ടി വരും എന്ന് നെതന്യാഹു പറയുന്നുമുണ്ട്. സുഹൈൽ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്ക കൂടി ഇൻവോൾവ് ചെയ്തു, അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമാണെങ്കിൽ ഉടനെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സംഘർഷം അത് അവസാനിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായേക്കാം? പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പക്ഷം പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഈ നടക്കുന്ന സംഘർഷത്തിൽ ഇൻവോൾവ് ആവേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. അത്തരത്തിൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്? ജിൽസി, ഈ ഒക്ടോബർ 7-ന് ശേഷമുള്ള സംഭവങ്ങൾ തന്നെ നോക്കുക. അതിന് തൊട്ട് മുമ്പാണ് ഇറാനും സൗദിയും തമ്മിൽ നേരിട്ട് കൈകൾ കോർത്ത് കുറേ കാലത്തെ വലിയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതും ഒരു സമവായത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുക, ഈ ഒരു US-ഉം ഇറാനും തമ്മിലുള്ള മധ്യസ്ഥ നീക്കങ്ങൾക്ക് മസ്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. ആ തരത്തിലെല്ലാം GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരു സൗഹൃദാന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കുറേ 4 ഘട്ടങ്ങളിലായി നടന്ന ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾ തന്നെ, ആണവ ചർച്ചകൾ തന്നെ അതൊരു തട്ടിപ്പായിരുന്നു, അതൊരു വഞ്ചനയായിരുന്നു എന്ന് ഇറാനിലുള്ള പ്രമുഖരായിട്ടുള്ള കോളമിസ്റ്റുകൾ തന്നെ ഇപ്പോൾ പറയുകയാണ്. കാരണം യു എസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം നടക്കും. അതിന് ഈ ഇസ്രായേലിന് ഒരുങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്നു. അതേ ഭാഗത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തെളിവുകളും അതേപോലെ തന്നെ എല്ലാ വിവരങ്ങളും അമേരിക്കയുടെ മുമ്പിൽ വെക്കുകയും ലോകത്തിന് മുമ്പിൽ വെക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനും അതിനു വേണ്ടിയുള്ള നിലമൊരുക്കാനും വേണ്ടിയിട്ടായിരുന്നു ഈ 4 ഘട്ട ചർച്ചകൾ എന്നാണ് പ്രമുഖരായിട്ടുള്ള പല കോളമിസ്റ്റുകളും പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇനി മസ്കത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ യു എസും ഇറാനും തമ്മിൽ ഒരു ആണവ കരാറിലേക്ക് വരെ എത്തും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. ഇനി വലിയൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗൾഫ് യുദ്ധങ്ങളുടെ കാലത്തെല്ലാം ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയ ഇറാഖും കുവൈത്തും തമ്മിലുള്ള യുദ്ധം, അതേപോലെ തന്നെ പല തലങ്ങളിൽ നടന്നിട്ടുള്ള പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയിട്ടുള്ള യുദ്ധങ്ങൾ ആ ഒരു തരത്തിലേക്ക് എടുത്തെറിയപ്പെടുമോ എന്നുള്ള വലിയ ഭീഷണികൾ ഇപ്പോൾ രൂപപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ചും വിവിധ ഗൾഫ് രാജ്യങ്ങളിലാണ്, GCC രാഷ്ട്രങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ളത്. ആ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം എണ്ണവില കുതിച്ചുയരുകയാണ്, സ്വർണ്ണവിലയും കുതിച്ചുയരുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധന അത് മലയാളികളെ അടക്കം ബാധിക്കും. അത് എണ്ണവിലയിൽ മാത്രമായിരിക്കില്ല, കേരളത്തിൻ്റെ വലിയൊരു സാമ്പത്തിക മേഖലയെ അടക്കം താങ്ങി നിർത്തുന്ന ഒരു സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഏത് തിരിച്ചടിയും നമ്മെ ബാധിക്കും. ആ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് വലിയ ആശങ്ക. ഇപ്പോൾ സൗദി അടക്കം തങ്ങളുടെ ഒരു സൗഹൃദ രാജ്യത്തെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമായും നേരത്തെ ഇല്ലാത്ത തരത്തിലുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ സൗദിക്കായിരുന്നാലും UAE-ക്കായിരുന്നാലും ഖത്തറായിരുന്നാലും ഈ 3 രാജ്യങ്ങൾക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരുടെ വലിയ തിരിച്ചടി നേരിടുന്നതായിരിക്കും ഇത്തരമൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ.